രണ്ടാമത്തെ ബലാത്സംഗ കേസിലും രാഹുൽ മാങ്കുട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. കേസ് ഇന്ന് തന്നെ പരിഗണിക്കുമെന്നാണ് സൂചന. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, രണ്ടാമത്തെ ബലാത്സംഗ കേസിലും രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ആദ്യത്തെ കേസിൽ ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഇടക്കാല ഉത്തരവിന് പിന്നാലെ അതിവേഗ നീക്കമാണ് രാഹുൽ മാങ്കുട്ടത്തിലും അദ്ദേഹത്തിന്റെ അഭിഭാഷകരും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആദ്യ കേസിലെ ഇടക്കാല ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ രണ്ടാമത്തെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് രാഹുലിന്റെ മാങ്കുട്ടത്തിലിന്റെ അഭിഭാഷകർ. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ എന്ന് പറയുന്നത് വളരെ വൈകി വന്ന ഈ ഒരു പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ്. മാത്രമല്ല, ഈ പരാതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആംബിഗസ് ആയിട്ടുള്ള, അതായത് വ്യക്തതയില്ലാത്ത ഒരു പരാതിയാണ് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ജാമ്യ ഹർജിയിൽ പ്രധാനമായും രാഹുൽ മാങ്കുട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പരാതിക്കാരിയുടെ ഓരോ പേരോ വെളിപ്പെടുത്താത്ത ഒരു പരാതി എന്നാണ് അതിനെ അദ്ദേഹം ഈ ഒരു ഹർജിയിൽ പറയുന്നത്. ഒരു ഇമെയിൽ വിലാസത്തിൽ നിന്ന് വന്ന KPCC അധ്യക്ഷന്റെ അടുക്കലേക്ക് വന്ന ഒരു പരാതി മാത്രമാണ്. അതിൽ പരാതിക്കാരി ആരാണെന്ന് പോലുമില്ല. ആകെയുള്ള അഡ്രസ് എന്ന് പറയുന്നത് ഒരു ഇമെയിൽ വിലാസം മാത്രമാണ് എന്നാണ് അദ്ദേഹം ഈ ഒരു ഹർജിയിൽ പറയുന്നത്. മാത്രമല്ല, പരാതിക്കാരിയുടെ മൊഴി പോലും എടുത്തിട്ടില്ല. പരാതിക്കാരിയുടെ പേര് പറയുന്നില്ല. ഒരു ഇമെയിൽ അഡ്രസ്സിൽ നിന്ന് KPCC അധ്യക്ഷന്റെ മെയിലിലേക്ക് വരുന്നു ഒരു പരാതി. അത് അദ്ദേഹം DGPക്ക് ഫോർവേഡ് ചെയ്യുന്നു. അതിന്റെ പേരിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാതി ഒട്ടും സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ ഒട്ടും സാധുതയുള്ളതല്ല. അതിനാൽ തന്നെ അറസ്റ്റ് തടയുകയും മുൻകൂർ ജാമ്യം നൽകുകയും വേണം എന്നുള്ളതാണ് രാഹുൽ തന്റെ ഹർജിയിൽ പ്രധാനമായും പറയുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേസിൽ FIR രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ മറ്റ് നടപടികളിലേക്കൊന്നും തന്നെ കടക്കാൻ സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ കേസ് അന്വേഷിക്കുന്നതിനായി, അതായത് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു 23-കാരിയാണ് KPCC അധ്യക്ഷനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും ഇത്തരത്തിൽ ഈ ഒരു ഇമെയിലിലൂടെ പരാതി അയച്ചത്. രാഹുൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നും അതുപോലെ തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു 23-കാരിയായ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു യുവതിയാണ് ഈ ഒരു പരാതി അയച്ചത്. ആ പരാതി അപ്പോൾ തന്നെ KPCC അധ്യക്ഷൻ DGPക്ക് കൈമാറി എന്നും അറിയിച്ചിരുന്നു. പിന്നീട് DGP അത് രാഹുൽ മാങ്കുട്ടത്തിലിന്റെ കേസ് അന്വേഷിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. എന്നാൽ ഈ രണ്ടാമത്തെ കേസ് അന്വേഷിക്കുന്നതിനായി SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘം ഇപ്പോൾ ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്താൻ അടക്കമുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഈ പരാതിക്കാരിയായിട്ടുള്ള കുട്ടി മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും മൊഴി ഇതുവരെയും നൽകിയിട്ടില്ല. മാത്രമല്ല, ഈ ഇമെയിൽ അഡ്രസ്സ്, അതായത് ഈ പരാതി വന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് തിരിച്ച് അവരെ ബന്ധപ്പെടുക മാത്രമാണ് ഇതുവരെ അന്വേഷണ സംഘത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരെ ഫോണിൽ മാത്രം ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു കേസിലെ ഏക നടപടി എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അത് തനിക്ക് അനുകൂലമാക്കി മാറ്റാനാണ് രാഹുൽ മാങ്കുട്ടത്തിലിന്റെ ശ്രമം. അത് എടുത്തു പറഞ്ഞുകൊണ്ട്, അതായത് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു പരാതിയുടെ പേരിലാണ്. ഒരു അഡ്രസ്സോ ഒരു പേരോ ഒരു വിലാസമോ അത്തരത്തിൽ ഒന്നുമില്ലാത്ത ഒരു പരാതി. അത് വന്നിരിക്കുന്നതാകട്ടെ ഒരു ഇമെയിൽ അഡ്രസ്സിൽ നിന്ന്, അതായത് വെരിഫൈ പോലും ചെയ്യാത്ത ഒരു ഇമെയിൽ അഡ്രസ്സിൽ നിന്നും. ആ ഒരു സാഹചര്യത്തിൽ ഇത്രത്തോളം അവ്യക്തമായ ഒരു പരാതിയിൽ തനിക്ക് അറസ്റ്റ് പാടില്ല എന്നും മുൻകൂർ ജാമ്യം നൽകണം എന്നുള്ളതുമാണ് രാഹുൽ മാങ്കുട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അന്വേഷണ സംഘം മൊഴിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നത് മാത്രമായിരിക്കും പ്രോസിക്യൂഷന് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരേ ഒരു കാര്യം. അതായത് ഈ ഒരു FIR ഇട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏക നടപടി എന്ന് പറയുന്നത് അത് മാത്രമാണ്. ആ ഒരു കാര്യം ആയുധമാക്കാനാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിലിന്റെ ശ്രമം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പരാതിയിലുള്ള ഈ ഒരു അവ്യക്തത, അതായത് ഈ പെൺകുട്ടി മൊഴി കൊടുക്കുന്നത് വരെ രാഹുൽ മാങ്കുട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻതൂക്കമുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ കരുതുന്നത്. അതിനാൽ അതിജീവിതയായ ഈ പെൺകുട്ടി മൊഴി നൽകിയിട്ടില്ലെങ്കിൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയുമായി എത്രയും വേഗം മുന്നോട്ട് പോകാനാണ് തീരുമാനം. എന്തായാലും ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഈ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് തന്നെ പരിഗണിക്കാനും സാധ്യതയുണ്ട്.
അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് മുൻപ് ഇത് പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു നേരിയ മുൻതൂക്കമായി കണക്കാക്കാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷക സംഘം ശ്രമിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ രണ്ടാമത്തെ, അതായത് കേരളത്തിന് പുറത്തുള്ള ഒരു 23-കാരി നൽകിയ KPCC അധ്യക്ഷന് നൽകിയ ആ പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ആദ്യത്തെ പരാതി എന്ന് പറയുന്നത് പരാതിക്കാരിയായ യുവതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകുകയും ആ പരാതി മുഖ്യമന്ത്രി DGPക്ക് കൈമാറുകയുമായിരുന്നു. അതിനുശേഷമാണ് അതിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അതിൽ അന്വേഷണം ആരംഭിക്കുന്നത്. എന്നാൽ ഈ രണ്ടാമത്തെ പരാതി എന്ന് പറയുന്നത് ഒരു ഇമെയിൽ വിലാസത്തിൽ നിന്ന് KPCC അധ്യക്ഷൻ്റെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെയും ഔദ്യോഗിക വിലാസമായിട്ടുള്ള മെയിൽ അഡ്രസ്സുകളിലേക്ക് വന്ന ഒരു പരാതിയാണ്. ആ പരാതിയിൽ പരാതിക്കാരിയുടെ പേര് പറയുന്നില്ല. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു 23-കാരിയാണ് താൻ എന്ന് മാത്രമാണ് പറയുന്നത്. ആ പരാതി തനിക്ക് ലഭിച്ച ഉടനെ തന്നെ KPCC അധ്യക്ഷൻ DGPക്ക് ഫോർവേഡ് ചെയ്യുകയും DGP ആ പരാതി അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു. എന്നാൽ ആ അന്വേഷണ സംഘം നിലവിലൊരു പരാതി അന്വേഷിക്കുന്നതിനാൽ ഒരു വനിതാ ഉദ്യോഗസ്ഥയെ വെച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ പുതിയ ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുകയും, അതാണ് SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. ആ അന്വേഷണ സംഘം രൂപീകരിക്കുകയും അവർക്ക് ഈ പരാതി കൈമാറുകയും ചെയ്തു. ഇപ്പോൾ SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ പരാതിക്കാരിയെ ബന്ധപ്പെട്ട അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. ആ മൊഴി രേഖപ്പെടുത്തുന്നത് വരെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പരാതി അടിസ്ഥാനമില്ലാത്ത പരാതി എന്ന നിലയിൽ തന്നെ ആ ഒരു പരാതിയെ ചിത്രീകരിക്കാനാണ് ഇവരുടെ ശ്രമം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അതിവേഗം തന്നെ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. ശരി, രണ്ടാരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.